വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSRTC ജീവനക്കാരുടെ സംഘടനയായ KST എംപ്ലോയീസ് സംഘ് BMS നേതൃത്വത്തിൽ ഗതാഗത മന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ CMD ഓഫീസിൽ നിന്ന് ആരംഭിച്ച് മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ജീവനക്കാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് BMS മുന്നറിയിപ്പ് നൽകി. DA കുടിശ്ശിക ഉടൻ അനുവദിക്കുക, NPS പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നടപ്പിലാക്കുക, അപേക്ഷിക്കുന്ന മുറയ്ക്ക് PF ലോൺ അനുവദിക്കുക, എല്ലാ വിഭാഗം ജീവനക്കാർക്കും അർഹമായ പ്രമോഷൻ അനുവദിക്കുക, ജീവനക്കാരുടെ ബാറ്റ കയ്യിൽ തന്നെ നൽകുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ മാർച്ച്. തിരുവനന്തപുരം കിഴക്കേക്കോട്ട CMD ഓഫീസിന് മുന്നിൽ നിന്നും ഗതാഗത മന്ത്രിയുടെ ഓഫീസ് വരെയായിരുന്നു മാർച്ച്. മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്നു. മാർച്ച് സെക്രട്ടേറിയറ്റിന് സമീപത്ത് AGS ഓഫീസിന് മുന്നിലെത്തിയപ്പോൾ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. BMS ദക്ഷിണ ക്ഷേത്രീയ സഹസംഘടനാ സെക്രട്ടറി MP രാജീവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാർ അവരുടെ അടിസ്ഥാന ആവശ്യമാണ് ചോദിക്കുന്നതെന്നും അത് സാധിച്ചു കൊടുക്കേണ്ടത് സർക്കാരിന്റെ ഔദാര്യമല്ല, ബാധ്യതയാണെന്നും രാജീവൻ ഓർമ്മിപ്പിച്ചു. കേരളത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവന് നിയമാനുസൃതമായി കിട്ടേണ്ട ക്ഷാമബത്ത, ആ ക്ഷാമബത്ത അവകാശമല്ല, അത് ഔദാര്യമാണെന്ന് കേരളത്തിലെ പരമോന്നത കോടതിയായ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ച ഗവൺമെന്റാണ് ഈ പിണറായി വിജയന്റെ സർക്കാർ എന്ന് നാം ഓർക്കണം. KSRTCയുടെ ദിവസവരുമാനം 13 കോടിയിൽ എത്തി നിൽക്കുമ്പോഴും ജീവനക്കാർക്ക് പട്ടിണി കിടക്കേണ്ട സ്ഥിതിയാണെന്ന് KST എംപ്ലോയീസ് സംഘ് BMS സംസ്ഥാന ജനറൽ സെക്രട്ടറി S അജയകുമാർ കുറ്റപ്പെടുത്തി. 13 കോടിക്ക് മുകളിൽ KSRTCയിൽ വരുമാനമുണ്ടായി. KSRTCയുടെ 100 ഡിപ്പോകളും ലാഭത്തിലാണെന്ന് KSRTCയുടെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ മാധ്യമങ്ങളിലൂടെ പറയുമ്പോൾ ഈ KSRTCയിലെ തൊഴിലാളികൾ അസംതൃപ്തരാണ്. സർക്കാർ ജീവനക്കാരെ പോലെ പഠിച്ച് പരീക്ഷ എഴുതി പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി പരീക്ഷ എഴുതി ഞങ്ങൾക്ക് 0% DAയിലാണ് ജോലി ചെയ്യുന്നത് ഇന്ന് പരക്കപ്പാട്ട. മാർച്ചിൽ CI2 വിട്ട് BMSലേക്ക് എത്തിയവരെ അംഗത്വം നൽകി സ്വീകരിച്ചു. ജീവനക്കാരുടെ അടിസ്ഥാന ആവശ്യങ്ങളോട് കണ്ണടച്ചാൽ തുടർന്നും ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് KST എംപ്ലോയീസ് സംഘ് BMS മുന്നറിയിപ്പ് നൽകി. ജനം, തിരുവനന്തപുരം.